100ഓളം പേർ അടങ്ങുന്ന 100 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം ഒരു മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്ന രൂപത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ 100 ആളുകൾ അള്ളാഹു അവരുടെ ശുപാർശ സ്വീകരിക്കാതിരിക്കുകയില്ല. 100 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുയുടെ ശഫാഅത്ത് സ്വീകരിക്കുമെന്ന. ഇനിയോ മറ്റൊരു ഹദീസിൽ കാണാം, മാമിർ റജുലുൻ മുസ്ലിമുൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലാ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുല്ലാഹു ഫീഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും അതാരായിരിക്കണം? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുൽ പങ്കു ചേർക്കാത്തവരായ 40 റജുലൻ 40 ആളുകൾ നമസ്കരിക്കുകയും ചെയ്താൽ അവന്റെ കാര്യത്തിലുള്ള ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. മുസ്ലിംപ്പെട്ട ഹദീസ. ഞാൻ പറഞ്ഞല്ലോ, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും വന്ന് നമുക്ക് വേണ്ടി നമസ്കരിച്ചിട്ടും കാര്യമില്ല. മറിച്ച് നമസ്കരിക്കുന്ന ആളുകൾ തൗഹീദുള്ള ആളുകളായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ റബ്ബിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം പ്രാർത്ഥിച്ച് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അവനോട് മാത്രം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ലവലേശം ചെറുക്കു വരാതെ ലോകത്തിൽ നിന്ന് ആരാണോ ജീവിക്കുന്നത്, മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ശുപാർശ സ്വീകരിക്കുകയുള്ളൂ. അതോടൊപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ ശഫാഅത്ത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ തൗഹീദുള്ളവരാകണം. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എന്റെ പിന്നിൽ അതോടൊപ്പം മനസ്സിലാക്കുക, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചു കൊള്ളുക. പലപ്പോഴും പല വീടുകളുടെയും മുമ്പിൽ കാണുന്ന ഒരു മയ്യത്തിന്റെ കട്ടിലോടുകൂടിയുള്ള ഒരു ചിത്രമുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിലെന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ നമസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുക. വളരെ ഗൗരവമുള്ള ഒരു വാക്കാത്. ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കി ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തിനു മയ്യത്ത് നിസ്കരിക്കണം? ആ നിസ്കാരം കൊണ്ടൊരു കാര്യമില്ല. അള്ളാഹു ആ മയ്യത്തിന് ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ നിസ്കരിച്ചാൽ നിസ്കരിച്ചില്ലെങ്കിൽ സമം. മനഃപൂർവം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ, ജീവിതത്തിൽ മരണം പറഞ്ഞ് നമസ്കരിക്കാതെ മരിച്ചുപോയ ഒരു മനുഷ്യൻ അവൻ മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല. അത് മറ്റൊരു വിഷയമാണ്. എന്താ ഇസ്ലാമിന്റെ നിയമം? ഒരു മനുഷ്യൻ മനഃപൂർവം അവൻ മുസ്ലിം നാമധാരിയാണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണ്, നമ്മുടെ കുടുംബത്തിലുള്ളവനാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മഹലിൽ ജീവിക്കുന്നവനാണെങ്കിൽ ശരി, അവൻ നമസ്കരിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. മുസ്ലിം ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അവനെ മറമാടാൻ പാടില്ല. ഒരു മുസ്ലിമായ സ്ത്രീയെ അവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. ഒരു കാഫിറായ മനുഷ്യനുള്ള, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദായ ഒരു മനുഷ്യനുള്ള എല്ലാ നിയമങ്ങളും ഈ നമസ്കരിക്കാത്ത നാമമാത്രമായ മുസ്ലിമിന് ബാധകമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചെറിയ വിഷയമല്ല. അപ്പോ പല ആളുകളും നിസ്കരിക്കാതെ മരിച്ചു, അവർക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കണം. അവർക്ക് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല, പിന്നെ നമ്മൾ നമസ്കരിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോ നമുക്ക് വേണ്ടി അള്ളാഹുവിനടുക്കൽ ദുആ ചെയ്തുകൊണ്ട് തൗഹീദുള്ള 40 ആളുകൾ ആ മരിച്ചാൽ എന്റെ പിന്നിലുണ്ടാകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരം ആളുകളെയാണ് നമ്മൾ സമൂഹത്തിൽ വാർത്തെടുക്കേണ്ടത്. സഹോദരങ്ങളെ, അപ്പോ മയ്യത്ത് നമസ്കാരത്തിലൂടെ നമ്മൾ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സി മദ്അലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദി വനക്കിഹി മിനൽ ഖതായ കമാ യുനക്ക സൗബുൽ അബിയദു മിനദ് ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വാഹിലൻ ഖൈറൻ മിൻ അഖിലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വാദിഖുൽ ജന്നത വഇദ്ഹു മിൻ അദാബിൽ കബരി വമിൻ അദാബിൻ നാർ.
മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള ഇബ്രാഹിമിയ സ്വലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി വിശാലമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹും മഗ്ഫിർ ലഹു, പടച്ചവനെ ഈ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ. വർഹംഹു, ഈ മയ്യിത്തിനോട് നീ കാരുണ്യം ചെയ്യണമേ. വാഫിഹി വഅഫു അൻഹു, ഈ മയ്യിത്തിന് നീ സൗഖ്യം നൽകുകയും ചെയ്യണമേ. ഈ മയ്യിത്തിന് നീ മാപ്പ് നൽകുകയും ചെയ്യണമേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാ! ഇദ്ദേഹത്തിന്റെ പരലോക പ്രവേശനം ആദരപൂർവമാക്കി തീർക്കണമേ. വെള്ളം, മഞ്ഞ്, ഹിമം എന്നിവ കൊണ്ട് ഇയാളുടെ പാപത്തെ നീ കഴുകി ശുദ്ധിയാക്കണമേ. വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ ഇയാളെ പാപങ്ങളിൽ നീ ശുദ്ധിയാക്കണമേ. ഇയാളുടെ ഭവനത്തെക്കാൾ ഉത്തമമായ ഭവനവും, ഇദ്ദേഹം ദുനിയാവിൽ ജീവിച്ചിരുന്ന ആ ദാറിനേക്കാൾ, ഭവനത്തെക്കാൾ സുന്ദരമായ ഒരു ഭവനം ഇദ്ദേഹത്തിന് നൽകണമേ. ഇദ്ദേഹം ദുനിയാവിൽ ജീവിച്ചപ്പോഴുള്ള ഇദ്ദേഹത്തിന്റെ ഇണയേക്കാൾ സുന്ദരമായ ഒരു ഇണയെ നീ നൽകണമേ. ഇദ്ദേഹത്തിന് ദുനിയാവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ സുന്ദരമായ നല്ലൊരു അഖിലുകാര കുടുംബത്തെ നീ നൽകണമേ. ഇദ്ദേഹത്തെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഇദ്ദേഹത്തിന് മോചനം നൽകണമേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്! എത്ര ആളുകൾക്കറിയാം? മയ്യിത്ത് നമസ്കാരത്തിന് പോകുന്നുണ്ട്, പക്ഷെ പല ആളുകൾക്കും അറിയില്ല. അവിടെയും പറഞ്ഞു കൊടുക്കും. ആരും അറിയാത്ത ആളുകൾ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി. ഖിയാമത്ത് വരെ പഠിക്കൂല. അതുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ, പല ആളുകളും നമ്മുടെ കൂട്ടത്തില് മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന അർത്ഥസഹിതം നിങ്ങൾ ഓരോരുത്തരും കാണാതെ പഠിക്കണം, അത് പ്രാവർത്തികമാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ സ്വല്ലൈതും അലൽ മയ്യിത്തി ഫഅഖ്ലിസു ലഹു ദുആ, മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുമ്പോ നിങ്ങൾ ആത്മാർത്ഥമായി മയ്യിത്തിന് ദുആ ചെയ്യണം. നാലാമത്തെ തക്ബീർ ശേഷം അല്ലാഹുമ്മ ലാ തുഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അല്ലാഹുവേ, ഇതിന് പ്രതിഫലം, ഈ മയ്യിത്തിന് പ്രതിഫലം നീ തടയരുത്, ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ നീ നാശത്തിലാക്കരുത്. ആ ഒരു പ്രാർത്ഥന, അതിന്റെ വിലാപനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഏതായാലും മൂന്നാം തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കണം. നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടുക. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം. അപ്പോ മയ്യിത്ത് നമസ്കാരത്തിലൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മയ്യിത്തിന് വേണ്ടി തന്നെയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അത് മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ തന്നെയാണ്. പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനിയോ മയ്യിത്ത് മറമാടിക്കഴിഞ്ഞാലും പ്രാർത്ഥന അവസാനിക്കുന്നില്ല. മയ്യിത്ത് മറമാടിക്കഴിഞ്ഞാലും ആ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ആ മയ്യിത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവിടെയും പ്രാർത്ഥന തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ഫുരിഅ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി വഖാല ഇസ്തഗ്ഫിറൂ ലി അഖീകും വസ്ലൂ ലഹു തസ്ബീത് വഇന്നഹു അൽആന തുസ്അലൂ യസ്അലൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് പ്രകാരം പറയും, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. വസലൂ ലഹു തസ്ബീത, ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് അഥവാ സ്ഥിരതയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ മയ്യിത്തിന് സ്ഥൈര്യം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വഇന്നഹു അൽആന യസ്അലൂ, തീർച്ചയായും മയ്യിത്ത്
ഖബറിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ഖബറില് മുൻകർ നക്കീർ 2 മലക്കുകൾ വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് കൃത്യമായ ആൻസർ നൽകാനുള്ള ആ സ്ഥൈര്യവും അതുപോലെ ഈ മയ്യത്തിന് ആൻസർ തോന്നിപ്പിച്ചു കൊടുക്കാനും വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യിത്തിനെ മറമാടി കഴിഞ്ഞാൽ തന്റെ കൂടെയുള്ള അനുയായികളോട് പറയാറുണ്ടായിരുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അബൂ ദാവൂദ് റിപ്പോർട്ട് ഹദീസ് നമുക്ക് കാണാം. അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് പ്രവാചകൻ പ്രത്യേകം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഷെയ്ഖ് ഹുസൈൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, മറമാടിക ശേഷം ഖബറിന്റെ അടുക്കൽ നിൽക്കലും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലും പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാകുന്നു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടുന്നതിൽ നിന്ന് വിരമിച്ചാൽ അതിന്റെ അരികെ നിന്നിട്ട് ഇപ്രകാരം പറയുമായിരുന്നു, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം, അതുപോലെ തസ്ബീത്തിന് നിങ്ങൾ ചോദിക്കണം, അദ്ദേഹം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന്. നമുക്കറിയാം, സാധാരണയായി നമ്മൾ പഠിച്ച് പരിചയമുള്ള ദുആ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. ഇങ്ങനെ ഹദീസിൽ വന്നതല്ല കേട്ടോ. അള്ളാന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം. ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് വേണ്ടി, സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഏത് വരികളിലും പ്രാർത്ഥിക്കാം. ഈ പണ്ഡിതന്മാർ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പ്രവാചകന്റെ നാവിലൂടെ വന്ന ഒരു പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയല്ല, പക്ഷേ ഒരു തസ്ബീത്തായി നമ്മളൊക്കെ ചൊല്ലാറുള്ളതാണ്. അതുകൊണ്ട് ഇത് സുന്നത്തായ കാര്യമാണ്. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് തസ്ബീത്തിന് ചോദിക്കണം. അതിന് ചില വരികൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദിക്കപ്പെടുന്ന സമയം അദ്ദേഹത്തിന് സ്ഥൈര്യം നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ അദ്ദേഹത്തിന് മറുപടി തോന്നിപ്പിക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുവേ ഇരു പാർശ്വങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റണമേ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ഇദ്ദേഹത്തോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, എല്ലാവിധ സംരംഭങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്, അല്ലെങ്കിൽ എല്ലാവിധ ഭയത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് നിർഭയത്വം നൽകുകയും ചെയ്യണമേ. ഇതാണ് തസ്ബീത്ത്. ഇത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ചില ആളുകള് പലപ്പോഴും കാണാം ഖബറിന്റെ അടുക്കൽ വെച്ച് തൽക്കീൻ, ഞാൻ അടുത്ത ഖുതുബയിലേക്ക് വിശദീകരിക്കാം. തൽക്കീൻ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അവിടെ ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ എന്തു പറയണം? അല്ലാഹുമ്മ സബ്ബിത്ഹുഹാ ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹൽ ജവാബ്. അവിടെ പ്രയാസപ്പെട്ട് ചില ആളുകൾ പറയാൻ ശ്രമിക്കുന്നത് കാണാം. അങ്ങനെ ഒന്നുണ്ടോ? അതുപോലെ മയ്യിത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയും അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹാ വർഹംഹാ വഅഫീഹാ വഅഫു അൻഹാ, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. അതൊരു വിവരക്കേടാണ്. പെണ്ണായതുകൊണ്ട് ഈ ഒരു പുല്ലിംഗം സ്ത്രീലിംഗമായി മാറ്റേണ്ടതില്ല. എന്തുകൊണ്ട്? പഠിക്കണം. ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും അതിന് പറയുന്ന പേരെന്താ? മയ്യിത്ത്. മയ്യിത്തിന് ആണുമില്ല പെണ്ണുമില്ല. ഒരാണ് മരിച്ചാലും അത് മയ്യിത്താണ്, ഒരു പെണ്ണ് മരിച്ചാലും അത് മയ്യിത്താണ്. അതുകൊണ്ട് മയ്യിത്തിന് സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഇല്ല, മറിച്ച് പുല്ലിംഗത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. അപ്പോ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാലും അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് ഉപയോഗിച്ചാൽ മതി. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു. അവിടെ ഹാ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു വസ്വാസ് സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മയ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്തും മരിച്ചുപോയാലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, അല്ലാഹുവേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഈ മാതാപിതാക്കൾ ഞങ്ങളെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ അവർക്ക് നീ കാരുണ്യം ചെയ്യണമേ എന്ന പ്രാർത്ഥന ജീവിച്ചിരിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
നമ്മിൽ നിന്ന് അവർ മരണപ്പെട്ടു പോകുമ്പോഴും അവർക്ക് വേണ്ടിയും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തന്നെയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അൻഹു ഇല്ലാ മിൻ സലാസ. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അവനുമായി ബന്ധം മുറിക്കും, അവനിൽ നിന്ന് മുറിഞ്ഞു പോകും. 3 കാര്യങ്ങളാണ് ലഭിക്കുക. ഒന്ന് സ്വതക്കത്തിൻ ജാരിയ, ഒന്നാമത് ജാരിയായ സ്വതക്കയാണ്, പിന്നീട് വിശദീകരിക്കാം. ഔ ഇൽമി യുന്തഫഉ ബിഹി, അതുപോലെ അവൻ ഉപകാരപ്രദമായ അവന്റെ അറിവ് വിജ്ഞാനമാകുന്നു. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഊലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, യദ്ഊലഹു അവന് വേണ്ടി ദുആ ചെയ്യുന്ന അവന്റെ സ്വാലിഹായ സന്താനങ്ങൾ, അവന് വേണ്ടി യാസീൻ ഓതുന്ന, അവന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, അവന് വേണ്ടി ഖുർആൻ ഓതുന്ന എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മറിച്ച് വലദിൻ സ്വാലിഹിൻ യദ്ഊലഹു, അവന് വേണ്ടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കൾ, അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ച അവന്റെ അമലുകൾ, അവന്റെ സൽക്കർമ്മങ്ങൾ, അവന്റെ സ്വതക്കകൾ, അവൻ പഠിച്ച ഇൽമ്, അതോടൊപ്പം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. അതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സ്വാലിഹായ ഒരു അടിമയ്ക്ക് സ്വർഗത്തിൽ തന്റെ പദവി ഉയർത്തിക്കൊടുക്കും. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, പടച്ചവനെ, എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ എന്റെ ഈ ദറജ നീ ഉയർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു പറയും, നിന്റെ മകൾ നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി എന്നോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലെ പദവികൾ നിനക്ക് ഞാൻ ഉയർത്തി തന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ അവർ സ്വർഗത്തിൽ വിരാജിക്കണമെങ്കിൽ, ആ സ്വർഗത്തിൽ ഉന്നതമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ട്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ല ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമുക്കൊക്കെ സുപരിചിതമായ എന്ന് ഖുതുബയിൽ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാണ്. എന്താണ് ആ പ്രാർത്ഥന? ശേഷം വന്ന ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കരിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പൊറുത്തു തരണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു വിദ്വേഷവും നീ ഉണ്ടാക്കരുത്. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അപ്പോ മുമ്പേ കടന്നുപോയവർക്കും ഇനി വരുന്നവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാവുന്ന കോമണായ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വിശ്വാസം സ്വീകരിച്ച് ഞങ്ങളിൽ നിന്ന് മുമ്പേ പോയ ആളുകൾക്ക്, അതുപോലെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പടച്ചവനെ നീ പൊറുത്തു തരണമേ എന്ന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യമായി ചെയ്തു പോയ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ ഷാഫിയായ റബ്ബ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മഹലിനെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മളെ എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള സർവ്വ അനുഗ്രഹങ്ങളും അള്ളാഹു നാം ഇവരിൽ സദാ വർഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة